നമ്മൾ ഈ റാഗിങ് എന്ന് പറയുമ്പോൾ അത് കൂടുതലും കേട്ടേക്കുന്നത് പ്രൊഫഷണൽ കോളേജുകളാണ്. സാറ് പഠിച്ചത് ഒരു എൻജിനീയറിംഗ് കോളേജിലാണല്ലോ. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിലും ഈ റാഗിങ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇന്നിപ്പോൾ അത് ആർട്സ് കോളേജുകളിലേക്ക് വരെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ റാഗിങ് എന്ന് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത് സാറിനോട്. അത് റാഗിങ് ഈ മോഹൻലാലിൻ്റെ ഒരു സിനിമയുണ്ട്, ചെങ്കോൽ കിരീടം, അങ്ങനെ 2 സീരീസ് ഉണ്ട്. അതിൽ ഈ മോഹൻലാൽ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്നു. അപ്പോൾ വഴിയിൽ ഷമ്മി തിലകൻ പോലീസുകാരനാണ്, പോലീസ് ജീപ്പ് കൊണ്ടുവന്ന് നിർത്തുന്നു. മോഹൻലാലിനോട് ചോദിക്കുന്നു, നീ 2 ദിവസം മുമ്പേ ജയിലിൽ നിന്ന് ഇറങ്ങിയതല്ലേ? അതെ. നീ എവിടെയായിരുന്നു ഇതുവരെ? ഞാനൊരു പഴയ കൂട്ടുകാരനെ കാണാൻ പോയത്. എന്ത് കൂട്ട്? അത് ചെറുപ്പത്തിലൊരു കളിക്കൂട്ട്. എന്ത് കളി? സാർ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്താ പറയുക? പിന്നെ എങ്ങനെ ചോദിക്കണം? എങ്ങനെ ചോദിക്കണ? ഈ സ്റ്റൈലിലാണ്. ഇതാണ് റാഗിങ്. ഇങ്ങനെ ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന ഏർപ്പാടിനാണ് റാഗിങ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ പ്രൊഫഷണൽ കോളേജിൽ വന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ പോകുമ്പോഴും ഇതുണ്ട്. ഇത് അതിൻ്റെ ചിട്ട ഇങ്ങനെയാണ്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ജൂനിയറാണെന്ന്, സെക്കൻഡ് ഇയർ മുതൽ 4th ഇയർ വരെയുള്ള ആൾക്കാരെല്ലാം നമ്മുടെ സീനിയേഴ്സാണ്. ജൂനിയർ സീനിയറിൻ്റെ മുമ്പിൽ വിനയാന്വിതനും കീഴടങ്ങിയും പഞ്ചപുച്ഛമടക്കിയൊക്കെ ജീവിച്ചോളണം എന്നുമാണ് അവിടുത്തെ ചട്ടം. അത് പ്രധാനമായും ഹോസ്റ്റലിലാണ്. കോളേജിൽ കാര്യമായിട്ടൊന്നുമില്ല. എന്നാലും കോളേജിൻ്റെ ഇടനാഴിയിൽ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് വരട്ടുക. അപ്പോൾ അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തവർ കയ്യിൽ ഉടുക്കാൻ പാടില്ല, എപ്പോഴും വെള്ളം ഉണ്ടായിരിക്കണം, മീശ വയ്ക്കാൻ പാടില്ല. അപ്പം അന്ന് എനിക്കൊക്കെ ഈ മീശ ഒരു പ്രായമാകുമ്പോൾ നമുക്കൊരു ആവേശമാണ്. ഇത് കിളുത്തോ എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ണാടിയിൽ നോക്കുന്ന പ്രായം. ഉള്ളതിനെ എങ്ങനെയെങ്കിലും വലുതായി കാണണമെന്നുള്ള പൊടിമീശ മുളയ്ക്കണ പ്രായം ജയേന്ദ്രൻ്റെ പാട്ട്. അതുപോലെ ഇത് വടിച്ചു കളയും ഇവന്മാർ. അത് അവർക്കും അറിയാമല്ലോ, എല്ലാവർക്കും ഈ ഫീലിംഗ് ഉണ്ട്. സീനിയറും ജൂനിയറും തമ്മിൽ എന്താ 1 വർഷത്തെ വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പോൾ ഈ പൊടി മീശ മുളയ്ക്കുന്ന പ്രായമാണ് അവർക്കും എനിക്കും. അപ്പോൾ എൻ്റെ മീശ അവരെടുത്ത് കളയും. ഫസ്റ്റ് ഇയറുകാർ മീശ വയ്ക്കാൻ പാടില്ല, ക്ലീൻ ഷേവ് ആയിരിക്കണം, കയ്യിൽ കൊടുത്ത് ഷൈൻ ചെയ്യണ്ട, വെള്ളമുണ്ട്, മര്യാദയ്ക്ക് അങ്ങനെ ചെയ്താൽ മതി. മടക്കി കുത്താൻ പാടില്ല. ഇനി അഥവാ മടക്കി കുത്തിയാലും സീനിയേഴ്സിനെ കാണുമ്പോൾ കുത്തഴിച്ചിടണം. എല്ലാം ബഹുമാനത്തിലായിരിക്കണം. ഒച്ച വയ്ക്കാൻ പാടില്ല, ഉറക്കെ പാട്ട് പാടാൻ പാടില്ല. ഇങ്ങനെ ജനറൽ ഇൻസ്ട്രക്ഷൻസ്. ഇതുകൂടാതെ സ്പെസിഫിക്കായിട്ട് ഒറ്റയ്ക്ക് നമ്മളെ രാത്രി അവരുടെ മുറിയിലേക്ക് വിളിച്ചു വരികയോ അല്ലെങ്കിൽ അവർ 4-5 സീനിയേഴ്സ് കൂടി നമ്മുടെ മുറിയിൽ വരികയോ ചെയ്യും. അപ്പോൾ എന്നെ റാഗ് ചെയ്യാനായിട്ട് വിളിപ്പിച്ചു സീനിയേഴ്സ്. ഞാൻ പോയപ്പോൾ 3-4 പേരുണ്ട്. അവരെന്നോടൊരു കടലാസ് എടുത്തിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എംബ്ലം വരയ്ക്കാൻ പറഞ്ഞു. ഭാഗ്യത്തിന് എനിക്കത് അറിയാമായിരുന്നു. ആ ഒരു സർക്കിൾ ഇടയ്ക്കിങ്ങനെ ഒരു കട്ടുമായിട്ട് അത് ഞാൻ വരച്ചു. കൊള്ളാം. പിന്നെ വാട്ട് ഈസ് ഇലക്ട്രിസിറ്റി എന്ന് ചോദിച്ചു. എനിക്കറിഞ്ഞൂടാ. ഞാൻ ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ് കോളേജിൽ കയറിയതേ ഉള്ളൂ. വാട്ട് ഈസ് ഇലക്ട്രിസിറ്റി ഒരു സിമ്പിൾ ചോദ്യമാണിത്. അപ്പാരൻ്റ്ലി സിമ്പിളാണ്. ബട്ട് ബബിത പലരോടും ചോദിച്ചു, അതിന് കൃത്യമായൊരു ഉത്തരം കിട്ടില്ല. എനിക്കും അറിയില്ല. അത് അവർ പറഞ്ഞു. പിന്നെയായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച ഒരു ഇത്, പിച്ച് തെറ്റാതെ ഒരു പാട്ടിൻ്റെ 4 വരി കംപ്ലീറ്റ് ചെയ്യണം. സ്വർണ്ണത്താമര ഇതളിലുറങ്ങും കണ്വതപോവന കന്യകെ. ആ പാട്ട് വളരെ താഴ്ത്തി പാടി നോക്കുക. മന്ത്രസ്ഥായി എന്ന് സംഗീതത്തിൽ പറയില്ല. സ്വർണ്ണത്താമര ഇതളിലുറങ്ങും, ഇത്രയും അവർ പാടും. ബാക്കി പിച്ച് തെറ്റാതെ പാടും. അപ്പം ശരിക്കും പറഞ്ഞാൽ സ്വർണ്ണത്താമര
താമര ഇതളിലുറങ്ങും കണ്വത പോവന കന്യകേ. നമ്മുടെ ശ്വാസം ഇത് യേശുദാസിനെ പോലെ എം ഡി രാമനാഥനെ പോലെയൊക്കെ ഉള്ളവർക്ക് ഇത്രയധികം താഴെ ഈ സ്വരം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മുകളിൽ കൊണ്ടുപോകുന്നതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടാണ് സ്വരം താഴെ കൊണ്ടുവരാൻ. അത് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. സാമാന്യം ഭേദപ്പെട്ട ഗായകരാരും തന്നെ താഴെ കൊണ്ടുപോകില്ല. താഴെ പോകേണ്ടി വരുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ പാട്ടിൻ്റെ മൊത്തം പിച്ച് സ്വർണ്ണത്താമര ഇതളിലുറങ്ങും അങ്ങനെയാക്കി മാറ്റും. അപ്പോൾ ഇത് പാട്ടിലെ ഒരു ടെക്നിക്കാണ്. അൺലെസ് യു ഹാവ് ദാറ്റ് കപ്പാസിറ്റി, അത് സാധകം ചെയ്ത് പിടിച്ച് ഇങ്ങനെ മന്ത്രസ്ഥായിലേക്ക്, തീരെ മന്ത്രസ്ഥായിലേക്ക് കൊണ്ടുവരുന്ന അസാമാന്യ ഗായകരാണ്. എം ഡി രാമനാഥൻ ഇത് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ബാലമുരളീകൃഷ്ണ, യേശുദാസ്, ഇതുപോലുള്ള ഗായകന്മാർക്കുള്ള കഴിവാണത്. അപ്പോൾ ഇത് എന്നോട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഒബ്വിയസ്ലി ഞാൻ അത് താഴെ ചെന്ന് ഇടിച്ചു. അപ്പോൾ അതെ കഴിഞ്ഞു, റാഗിങ് കഴിഞ്ഞു. പിന്നെ ആരോ ഒരാൾ എന്നെ ഒരു 10 പുഷപ്പ് എടുക്കാൻ പറഞ്ഞു. അതെനിക്ക് ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് മാറി. പക്ഷേ അവരുമായിട്ട് ഇടിച്ചു നിൽക്കാനോ അതിനുള്ള സാമർഥ്യമില്ല, ആരോഗ്യമില്ല, ഒന്നുമില്ല. കീഴടങ്ങിയ മാർഗമുള്ളൂ. ഞാൻ 10 പുഷപ്പ് എടുത്തു. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരു 4-5 മാസം കഴിയുമ്പോൾ ഒരു ഫ്രഷേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ടൊരു ഡേ ഉണ്ട്, ഒരു യോഗം. അതിൽ ഫുഡൊക്കെ ഉണ്ടാകും, ഓപ്പൺ ഗ്രൗണ്ടിലായിരിക്കും. അന്നത്തോടെ റാഗിങ് കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ജൂനിയർ സീനിയർ വ്യത്യാസമില്ല, യു ക്യാൻ മിക്സ് വിത്ത് എവരിബഡി. പിന്നെ സുഹൃത്തുക്കളായിട്ട് മാറും. അപ്പോഴത്തേക്ക് അടുത്ത അക്കാഡമിക് വർഷം വന്നു, നമ്മുടെ താഴെ ആൾ വന്നു. അവരെ നമുക്ക് റാഗ് ചെയ്യാം. അപ്പം നമ്മളെ റാഗ് ചെയ്തതിനോടുള്ള വിരോധം നമ്മൾ തീർക്കുന്നത് നമുക്ക് താഴെ വന്ന നിരപരാധിയോടാണ്. അവനിതിന് ഉത്തരവാദിയല്ല. പക്ഷേ എനിക്ക് ഒരു അപരാധിയെ തന്നെ കിട്ടി. എന്നെക്കൊണ്ട് പുഷപ്പ് എടുപ്പിച്ച ആളിൻ്റെ അനിയൻ എൻ്റെ ജൂനിയറായിട്ട് ജോയിൻ ചെയ്തു. അപ്പം ഞാനും ഒരാളെ മാത്രം റാഗ് ചെയ്തു. നിൻ്റെ ചേട്ടൻ എന്നെക്കൊണ്ട് പുഷപ്പ് എടുപ്പിച്ചതാണ്, അതുകൊണ്ട് നീ 10 പുഷപ്പ് എടുപ്പിക്കാറ്, വേറെ ഒന്നുമല്ല. 9 പോലും 10 എണ്ണം, 11ാമത്തത് വേണ്ട. ആ കണക്ക് തീർക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ചേട്ടനോട് പോയി പറഞ്ഞേക്ക് ഞാനിത് ചെയ്തു. കാരണം അപ്പം ഞാൻ സെക്കൻഡ് ഇയറായി. ഈ ചേട്ടൻ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അയാൾ തേർഡ് ഇയറുമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു പ്രതികാരം എന്നുള്ള നിലയ്ക്ക് ആ പാവത്തെ കൊണ്ട് 10 പുഷപ്പ് എടുപ്പിച്ചു. പുഷപ്പ് വലിയൊരു ശിക്ഷയും സംഗതിയൊന്നുമല്ല, ബട്ട് സ്റ്റിൽ ഈ നമ്മളെ ഈഗോ ഹർട്ടാവുമല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. മറ്റേ റാഗിങ് എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. 3 ചോദ്യങ്ങൾ. ഇലക്ട്രിസിറ്റി എന്താണെന്ന് ചോദിക്കുക, SBIയുടെ എംബ്ലം വരയ്ക്കാൻ പറയുക, ഈ പാട്ട് പിച്ച് തെറ്റാതെ പാടാൻ പറയും. പിച്ച് തെറ്റിയാൽ അതിന് ശിക്ഷയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ അവർ ശിക്ഷിച്ചൊന്നുമില്ല. ഇതൊക്കെയായിരുന്നു അന്നത്തെ റാഗിങ് എന്ന് പറയുന്നത്. ഈ ഷമി തിലകൻ മോഹൻലാലിനെ ബുദ്ധിമുട്ടിക്കുന്ന പോലെ ചോദ്യങ്ങൾ ചോദിക്കുക. ഇതുപോലത്തെ തന്നെ ചോദ്യങ്ങൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും മറിച്ച് നമ്മളെ മുഖമടപ്പിക്കുന്ന ഒരു മറുചോദ്യം ചോദിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു. ഇതിൽ കവിഞ്ഞുള്ള പ്രശ്നമൊന്നും അന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഇതിന് പോലും നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാമായിരുന്നു. ഹോസ്റ്റൽ വാർഡൻ്റെ അടുത്ത്, പ്രിൻസിപ്പലിൻ്റെ അടുത്ത്. കാര്യം കംപ്ലയിൻറ്റിനും പോവില്ല. ഇറ്റ്സ് ഓൾ മൈനർ തിങ്. മാത്രമല്ല 2-3 മാസം കഴിയുമ്പോൾ ഇത് തീരുകയും നമുക്ക് വേറൊരാളിനെ റാഗ് ചെയ്യാനുള്ള അധികാരം കിട്ടുകയും ചെയ്യും. വിച്ച് വി ഡോണ്ട് വാണ്ട് ടു ലൂസ്. എനിക്കും വേണമല്ലോ ആ അധികാരം. അപ്പോൾ അതൊക്കെ കൊണ്ട് ആരും കംപ്ലയിൻ്റ് ഒന്നും ചെയ്തിരുന്നില്ല. ഒരു മേജർ ഇഷ്യൂ ആയിരുന്നില്ല. അങ്ങനെ പൊക്കോണ്ടിരുന്നു. പിന്നെ ഇപ്പം അത് മാറിയിട്ട് ഈ ദേഹോപദ്രവത്തിൻ്റെ സ്റ്റൈലിലെത്തി. ഇപ്പോൾ ഇതൊരു നല്ല സിസ്റ്റം. അന്ന് എഞ്ചിനീയറിംഗ് കോളേജിലും മെഡിക്കൽ കോളേജിലും മാത്രമേ ഉള്ളൂ ഏർപ്പാട്. ഈ ആർട്സ് കോളേജിലേക്ക് അങ്ങനെ ഇല്ലല്ലോ, കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള. കൂടി വന്നാൽ നമ്മളൊന്ന് ചെല്ലുമ്പോൾ ഇതുപോലെ പേര് ചോദിക്കുന്നു, ചെറിയ എന്തെങ്കിലുമൊക്കെ പാടാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിടുന്നു. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര മാരകമായ രീതിയിലാണ്. ഇതിപ്പോൾ ഇത് ഒന്ന് ഈ ഡ്രഗ്സിൻ്റെ, മദ്യത്തിൻ്റെ, ഇതിൻ്റെയൊക്കെ ഈ ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുമ്പോഴും മദ്യമൊക്കെ ഉണ്ടായിരുന്നു, മദ്യപിക്കുന്നവരുണ്ടായിരുന്നു ഒക്കേഷണലി. അന്ന് അന്ന് ഈ എൻജിനീയറിംഗ് കോളേജിലൊക്കെ വരുന്നത് ഹൈ മാർക്സ് കിട്ടിയ ആൾക്കാർ മാത്രമാണ്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഞാൻ പഠിക്കുമ്പോൾ എൻജിനീയറിംഗ് കോളേജിൽ 4 മറ്റേ ഉള്ളൂ. ട്രിവാൻഡ്രമുണ്ട്, കോതമംഗലമുണ്ട്, കൊല്ലമുണ്ട്, പാലക്കാടുണ്ട്, കോഴിക്കോടുണ്ട്. 5 എൻജിനീയറിംഗ് കോളേജുള്ളൂ.
ഇപ്പോൾ ഉള്ള കല്യാണ മണ്ഡപം മുഴുവൻ എഞ്ചിനീയറിംഗ് കോളേജാണ്. അതുകൂടാതെ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് വിശാലമായ ഇപ്പോൾ പ്രൊഫഷണൽ കോളേജ് വിട്ടിട്ട് ഇത് മറ്റ് കോളേജിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഡ്രഗ്സിൻ്റെ അടിസ്ഥാനത്തിൽ, മദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒക്കെ അങ്ങ് പോയി. മറ്റത് അതർവൈസ് അക്കാഡമിക്കലി ഹൈ മാർക്സൊക്കെയുള്ള പിള്ളേരാണ് വരുന്നത്. അവർ കാണിക്കുന്ന വഷളത്തരത്തിനും ഒരു ലിമിറ്റൊക്കെ ഉണ്ടാവും. കാരണം ബേസിക്കലി അവർ ഇൻ്റലിജൻ്റാണ്, ജീവിതത്തെപ്പറ്റി ഒരു കാഴ്ചപ്പാടുള്ളവരാണ്, സീരിയസ് ആയിട്ട് കാര്യങ്ങളെ കാണുന്നവരൊക്കെയാണ്. പിന്നെ ഇടയ്ക്കൊന്ന് ഉഴപ്പും എന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ 2 or 3 മദ്യപാനികൾ ഉണ്ടാകും. അവർ സ്ഥിരമൊന്നുമല്ല, വല്ലപ്പോഴും ഒന്ന് കുടിക്കും. അത് കൊണ്ടുവന്ന് വെച്ച് കുടിക്കുകയൊന്നുമില്ല. പുറത്തുനിന്ന് കുടിച്ച് വന്നിട്ട് ഒരു പാട്ടൊക്കെ പാടി ബഹളം വെച്ച് അപ്പോഴത്തേക്ക് ഉറക്കം വന്നു, അവിടേക്കും കിടന്നു വന്നു. ഇത്രയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം വിത്തിൻ മാനേജബിൾ ലിമിറ്റ്സിലായിരുന്നു. ഇപ്പോൾ അത് പോയി. അന്ന് ഈ നല്ല എക്സാമ്പിൾസ് ഉണ്ടായിരുന്നു. അധ്യാപകരൊക്കെ സ്റ്റെർലിംഗ് ക്യാരക്ടേഴ്സാണ്. അവർ പറഞ്ഞാൽ നമുക്ക് അനുസരിക്കാൻ തോന്നും. കാരണം അവർ പറയുന്ന പ്രിൻസിപ്പിളിനനുസരിച്ചാണ് അവർ ജീവിക്കുന്നത് അധ്യാപകൻ. അല്ലാതെ അധ്യാപകൻ തന്നെ വെള്ളമടിച്ച് നടക്കുന്ന ഒരു പാർട്ടി, അങ്ങേർക്ക് ഒരു സംഘടനയിൽ മെമ്പറായിരിക്കുക, അങ്ങേര് റോഡിൽ കൂടെ മുദ്രാവാക്യം വിളിച്ച് നടക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അധ്യാപകൻ്റെ നിലവാരം തന്നെ താഴുകയാണ്. പിന്നെ ആ മനുഷ്യൻ പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ തോന്നുന്നില്ല. അന്ന് അങ്ങനെ ആയിരുന്നില്ല. അധ്യാപകന് ഏർപ്പാടൊന്നുമില്ല. എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകന്മാർക്ക് അസോസിയേഷനില്ല. ഒരു ഇൻക്രിമെൻറ്റിനോ ഗ്രേഡിനോ വേണ്ടി അവർ സെക്രട്ടേറിയറ്റിൽ സമരം ചെയ്യാറില്ല. ഇന്നത്തെ അധ്യാപകർക്ക് പിള്ളേരുടെ പുറത്ത് ഗ്രിപ്പില്ലാതായെന്ന് വെച്ചാൽ അധ്യാപകൻ സ്വന്തം ക്യാരക്ടർ നശിപ്പിച്ചു. AKPCTA സംസ്ഥാന സമ്മേളനത്തിന് പോസ്റ്റർ ഒട്ടിക്കാൻ തലേദിവസം രാത്രി ഈ വിദ്യാർത്ഥികളെ അധ്യാപകൻ ഉപയോഗിച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം വിദ്യാർത്ഥികൾ വെള്ളമടിച്ച് വഴക്കുണ്ടാക്കുമ്പോൾ ഈ അധ്യാപകൻ പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ? താൻ പൊടോടുന്ന് ഇന്നലെ തനിക്ക് പോസ്റ്റർ ഒട്ടിച്ച് തന്നല്ലേ, മാറോടുന്ന് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. ഇപ്പോൾ ഇവർ ഇങ്ങനെ അക്കാഡമിക് രംഗം തകർത്ത് കളഞ്ഞു. അതിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അനധ്യാപകർക്കും പങ്കുണ്ട്. അനധ്യാപകർ ഇതൊക്കെ മറ്റേ ലാബിലെ ഇവർ പ്യൂൺ ഇവരെല്ലാം ഈ തെമ്മാടിത്തരത്തിന് കൂട്ടുനിൽക്കും. കാശിഷ്ടം പോലെയായി, മൊബൈൽ ഫോണായി, സ്മാർട്ട് ഫോൺ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ എന്തും ചെയ്യാമെന്നുള്ളൊരു സ്ഥിതിയായി. അത് ദാറ്റ് ഓൾസോ അപ്പാരൻ്റ്ലി കോൺഫിഡൻഷ്യലായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ അശ്ലീല പുസ്തകങ്ങൾ അന്നും സർക്കുലേഷനുണ്ട്. പക്ഷേ ഇതൊന്നും കോളേജിൽ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ബുക്കിൻ്റെ ഇടയ്ക്ക് വെച്ചാലോ റെക്കോർഡിൻ്റെ ഇടയ്ക്ക് വെച്ചാലോ ഒക്കെ പിടിക്കപ്പെടും. ഇപ്പോൾ അതല്ലല്ലോ. യു ഹാവ് എ മൊബൈൽ ഫോൺ. നോബഡി ക്യാൻ. മൊബൈൽ ഫോൺ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അധ്യാപകൻ എന്ത് ചെയ്യും? കൊണ്ടുപോകാൻ ഇവിടെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്ക് ചെയ്ത ഫോണാണ്, എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ അപ്പോഴും ഈ റാഗിങ് എന്ന് പറഞ്ഞ പേര് ഒരു വേർഡില്ലേ, നമ്മൾ റാഗിങ് എന്ന് പറയുമ്പോൾ മൃഗീയമായിട്ടുള്ള രീതിയിൽ റാഗിങ് എന്നും ചെറിയ ഹരാസ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ വേറൊരു ഇല്ലില്ല. അന്നും പേര് റാഗിങ് എന്ന് തന്നെയാണ്. റാഗിങ് തന്നെയാണ്. റാഗിങ് ഡസൻ മീൻ ദാറ്റ് യു ഹാവ് ടു ബി വയലൻറ്റ്. ഇത് ഈ പരിപാടി കൂടി വന്നിട്ട് ഇപ്പോൾ റാഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂനിയറിനെ പിടിച്ച് തല്ലുക, മൂത്രം കുടിപ്പിക്കുക, അല്ലെങ്കിൽ തുപ്പിയിട്ട വെള്ളം കുടിപ്പിക്കുക. ഇന്നിപ്പോൾ അടുത്ത് തന്നെ നമ്മുടെ കുട്ടിയെ കണ്ടില്ല ആർട്സ് കോളേജിൽ. ഇതൊക്കെ ചെയ്യുന്നവരുടെ മാനസികാവസ്ഥ പരിശോധിക്കേണ്ടതാണ്. മിക്കവാറും ഡ്രഗ്സിൻ്റെ ഇൻഫ്ലുവൻസിലാണ് ഇത് ചെയ്യുന്നത്. എന്നോടൊരു അധ്യാപകൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അയാൾ പറഞ്ഞു, കേരളത്തിലെ ഒരൊറ്റ പള്ളിക്കൂടത്തിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം സ്വബോധത്തോടെയുള്ള പിള്ളേരെ കാണാൻ പ്രയാസമാണ്. ഞാൻ ചോദിച്ചു, എന്താ സാറി പറയുന്നത്? അതെ, ഞാൻ ആധികാരികമായിട്ടാണ് പറയുന്നത്. കേരളത്തിലെ സകല പള്ളിക്കൂടങ്ങളിൽ ഉച്ചയ്ക്ക് 1 മണിക്കുള്ളിൽ ഈ സാധനം ഡ്രഗ്സ് എത്തുന്നു. പിന്നെ പിള്ളേർ വേറൊരു ലോകത്തിലാണ്. അവരോട് സംസാരിച്ചാൽ പറ്റില്ല. മഹാരാജാസ് കോളേജിലെ ഏതെങ്കിലും അധ്യാപകനോട് ബബിത ചോദിച്ചു നോക്കും. ഇവിടെ എറണാകുളം മഹാരാജാസ് കോളേജ് എന്താ അവിടെ സ്ഥിതി എന്ന് ചോദിച്ചു നോക്കുക. പേടിച്ചാണ് അധ്യാപകർ കഴിയുന്നത്. പിള്ളേരുടെ തല്ല് കിട്ടാതെ എങ്ങനെയെങ്കിലും വൈകുന്നേരം പ്ലസ് 2 സ്കൂളുകളിൽ പോലും ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ തന്നെ ഒരു 3 ബെഞ്ച് 4 ബെഞ്ചിൻ്റെ പുറകിലേക്ക് അവർക്ക് പോകാൻ പേടിയാന്ന്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവരെന്നോട് പറഞ്ഞു 4 ബെഞ്ച് ബാക്കിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, കാരണം പെൺകുട്ടികൾ വരെ മദ്യപിച്ചിരിക്കുന്ന സ്കൂളുകൾ ഇന്ന് കേരളത്തിലുണ്ട്. അതെ, അതായത് പ്ലസ് 2-ലാന്ന് വിചാരിക്കണം. കഴിഞ്ഞ ദിവസം ഈ വീഡിയോ പുറത്ത് വന്നില്ലേ? ഇത്ര നരുന്ത് പയ്യനല്ലേ സാറിൻ്റെ അടുത്ത് പറയുന്നത്? താൻ പുറത്തിറങ്ങി ഞാൻ ഇന്ന് തന്നെ തീർത്തിരിക്കും, ഞാൻ ഉറപ്പാണ് തീർക്കും ഞാൻ.
ആ വീഡിയോ പുറത്തു നിന്ന് എന്തൊരു ചലനം സൃഷ്ടിച്ചു അത്. ആ പ്രായത്തിൽ അത്ര ചെറിയ പയ്യന് സാറിനോട് ഇങ്ങനെ പറയാൻ തോന്നണമെങ്കിൽ എന്തായിരിക്കും ഇവരുടെയൊക്കെ മാനസികാവസ്ഥ? 13 വയസ്സുള്ള പയ്യനാണ് ഇത് പറയുന്നത്. 12-13. എന്നാൽ നമ്മുടെ എല്ലാ സ്കൂളുകളിലും ഈ പറഞ്ഞ കോളേജുകളിലാണെങ്കിലും ഡ്രഗ്സിനെതിരെയുള്ള ക്യാമ്പുകൾ നടക്കുന്നു. ഇപ്പോൾ SFI അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയമാകുമ്പോഴുള്ള എല്ലാ സംഘടനകളെല്ലാം ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. പക്ഷെ പണ്ട് കാലത്ത് നമ്മൾ പഠിക്കുന്ന സമയത്തും ഉണ്ട്. എന്നിട്ടും ഇപ്പോൾ അത് വളരെയധികം കൂടുതലായി വരുന്നു. ഈ ക്യാമ്പ് നടത്തുന്നത് തന്നെ ഈ ഡ്രഗ്സിൻ്റെ ആൾക്കാരാണ്, അത് കൂടുതൽ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട്. SK പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥയോ ഒരു തെരുവിൻ്റെ കഥയോ മറ്റുമുണ്ട്. അതിൽ ഏതിലാണെന്ന് എനിക്ക് കൃത്യം ഓർമ്മ വരുന്നില്ല. അതിൽ മദ്യനിരോധന സമിതി ഷാപ്പിൻ്റെ മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കുന്നു. അപ്പോൾ ഒരാൾ പ്രസംഗിക്കുന്നു, അയാളുടെ പുറത്ത് ഈ മദ്യത്തെ അനുകൂലിക്കുന്ന ആൾക്കാർ ഒരു കുടം കള്ള് കൊണ്ടുവന്ന് ഒഴിക്കുന്നു, പോകുന്നു. ഇയാൾ അക്ഷോഭ്യനായിട്ട് പ്രസംഗം തുടരുന്നു. അപ്പോൾ പിന്നീട് ഇതിൻ്റെ രഹസ്യം കണ്ടുപിടിച്ചു. ഈ മനുഷ്യൻ കള്ളു കുടിച്ചാലേ എണീറ്റ് നിൽക്കാൻ പറ്റുള്ളൂ. മദ്യവിരുദ്ധ സമിതിയുടെ കൂടെ നിൽക്കുകയും വേണം, അതിൻ്റെ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ മറ്റോ ആണ്. അപ്പോൾ ഇതിൻ്റെ മണം വരുമല്ലോ. ഈ മണം മറയ്ക്കാനായിട്ട് മറ്റേ വിഭാഗത്തോട് പറഞ്ഞു, എടാ ഞാൻ പ്രസംഗിക്കാൻ എണീക്കുമ്പോൾ തരം നിങ്ങൾ ഒരു കുടം കള്ളു കൊണ്ടുവന്ന് എൻ്റെ തലയിൽ കൂടെ ഒഴിക്കുക. അപ്പോൾ പിന്നെ എൻ്റെ വായിൽ നിന്നാണോ അതോ ശരീരത്തിൽ നിങ്ങൾ ഒഴിച്ചതിൻ്റെ ആണോ തിരിച്ചറിയാൻ പറ്റില്ല, ഞാൻ പ്രസംഗിക്കും. ഇത് അന്ന് SK പൊറ്റക്കാട് എഴുതിയ തന്ത്രമാണ്. അതുപോലെ ഈ ഡ്രഗ്സ് വിരുദ്ധ തേങ്ങ എന്നൊക്കെ പറയുന്നത് അത് സ്പോൺസർ ചെയ്യുന്ന ഡ്രഗ്സുകാർ തന്നെയായിരിക്കും. അതിനുള്ളിൽ വെച്ചായിരിക്കും വിതരണം നടക്കുന്നത്. ഇറ്റ് ഹാസ് ഗോൺ ഔട്ട് ഓഫ് കൺട്രോൾ. പക്ഷേ എന്തായാലും ഇതിപ്പോൾ ഗവൺമെൻറ് ഇതിലൊരു മുൻകൈ എടുത്ത് തീരുമാനങ്ങളിലേക്ക് പോകേണ്ട വളരെ അത്യാവശ്യമാണ്. കോളേജുകളിൽ നിന്നും അല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്നൊക്കെ ഇതൊന്നും മാറ്റം വരേണ്ടത് വളരെ അത്യാവശ്യമല്ലേ? അത്യാവശ്യമാണ്. പക്ഷേ അത് ഗവൺമെൻറ് വിചാരിച്ചാലൊന്നും നടക്കില്ല, അവർ വിചാരിക്കുകയില്ല. അവരൊക്കെ ഇതിൻ്റെ കമ്മീഷൻ മേടിക്കുന്ന ആൾക്കാർ. നെവർ എക്സ്പെക്റ്റ് എനിത്തിങ് ഫ്രം പൊളിറ്റീഷ്യൻസ്. അവർ ഡ്രഗ്സ് കച്ചവടം, ശരി, അതിനകത്തുനിന്ന് നമുക്ക് തരാനുള്ള വിഹിതം താന്ന് പറയാം, അത്രയേ ഉള്ളൂ. അതിക്കവിഞ്ഞുള്ള കമ്മിറ്റ്മെൻ്റ് ഒന്നും അവർക്കില്ല. എന്തായാലും പഴയ കാലത്തെ റാഗിങ്ങും പുതിയ കാലത്തെ റാഗിങ്ങിനെ കുറിച്ചും TG പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.